2025-26 സാമ്പത്തിക സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചതോടുകൂടി തന്നെ ഭാരതം കരുത്തുറ്റ ഒരു വളർച്ചാ നിരക്കാണ് പ്രകടമാക്കുന്നതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ടാരിഫിൽ ഉണ്ടായിരുന്ന ഭീഷണികളെ എല്ലാം തന്നെ അത് തെല്ലൊന്നും തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുകുലുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പോലും കരുത്തുറ്റ വളർച്ചാ നിരക്കുമായിട്ടാണ് ഭാരതം ഇപ്പോൾ ലോകത്തിന് മുന്നിൽ മാതൃകയാകുന്നത് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്ത്യ അവിടെ തുടരുമെന്ന കേന്ദ്ര സർക്കാർ അവരുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ, അതായത് 2025-26 പ്രതീക്ഷ, അത് വളർച്ചാ നിരക്ക് 7.4% നേടി എന്നതാണ്. ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തി 50% പിഴ തീരുവ ഇന്ത്യയെ ഇതുവരെയും ബാധിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് ആകട്ടെ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സാമ്പത്തിക സർവേ റിപ്പോർട്ടുമായി തന്നെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഇപ്പോൾ പാർലമെന്റിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ പോലും ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ രാജ്യമാകട്ടെ 6.8% മുതൽ 7.2% വരെ GDP വളർച്ച കൈവരിച്ചിരിക്കുന്നു എന്നതായിരുന്നു പ്രവചിക്കുന്നത്. നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 7.4% വളർച്ച നേടുമെന്നതാണ് ആദ്യഘട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ ലോകത്തിലെ ഏറ്റവും തന്നെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന പദം ഭാരതം തുടർച്ചയായ 4ാം വർഷവും നിലനിർത്തിയിരിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം കൈവരിച്ച സാമ്പത്തിക സുസ്ഥിരതയുടെയും ആത്മനിർഭർ ഭാരത് നയങ്ങളുടെയും വിജയമാണ് ഈ വളർച്ചാ നിരക്കിനെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചിരുന്ന 6.5% മുതൽ 7% എന്ന വളർച്ച, ആ പ്രവചനത്തെ മറികടക്കാനാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് കുതിക്കുന്നതും. ആഭ്യന്തര ഉൽപാദന മേഖലയിലെ ഉണർവും അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൽകുന്ന മുൻഗണനയും എല്ലാം തന്നെ രാജ്യത്തിന്റെ കുതിപ്പിന് വേഗത, അല്ലെങ്കിൽ അതിന്റെ ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ തന്നെ ഭാരതം ഒരു ആഗോള നിർമ്മാണ ഹബ്ബായി തന്നെ മാറുന്നതിന്റെ പ്രതിഫലനമാണ് സർവേ റിപ്പോർട്ടിൽ പ്രതിഫലിക്കുന്നത്. ധനക്കമ്മി ഘട്ടം ഘട്ടമായി തന്നെ കുറച്ചു കൊണ്ടുവരുന്നതിൽ സർക്കാർ വിജയിച്ചു എന്നതും ഇവിടെ എടുത്തു പറയണം. 2020-21 തന്നെ 9.2% ഇടയിൽ തന്നെ ധനക്കമ്മി 2024-25 4.8% മാറി. ബാങ്കുകളുടെ നിഷ്ക്രിയമായ ആസ്തി വളരെ കുറവാകുകയും ചെയ്തു. മൂലധന ചെലവ് അത് GDP-യുടെ 4% ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക മേഖലയുടെ മികവിന്റെ സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കാമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള സാമ്പത്തിക നയതന്ത്രം വഴി അത് കയറ്റുമതിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നതാണ് എടുത്തു പറയുന്നത്. യൂറോപ്യൻ യൂണിയനുമായുള്ള ചരിത്രപരമായ വ്യാപാര കരാറുകൾ ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ വരും വർഷങ്ങളിൽ തന്നെ കൂടുതൽ നിക്ഷേപങ്ങൾ രാജ്യത്തേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് അടിവരയിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നതും. മാത്രമല്ല, കൂടുതലായി തന്നെ ലോകത്തിലെ വർധനവും പണപ്പെരുവും അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചേക്കുമെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കരുത്തുറ്റതാകുമെന്നും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.